എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മളെ പുരയിലേക്ക് വരാൻ ഫൈസിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ്, എന്റെ മോൻ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് നിൽക്കൂലെന്ന് മാത്രല്ല അജയരെ, ഞമ്മളെ കുടുംബത്തിൽ തന്നെ പെട്ട വേറെ ആളിൽ ഓന്റെ പിന്നാലെ കൂടുന്നതിന് മുന്നേ ഞമ്മക്കിതങ്ങോട്ട് ഉറപ്പിക്കാൻ. ഫൈസലിനെ പുതിയാപ്പിളായിട്ട് കിട്ടാൻ ആർക്കും കൊതി തോന്നൂലേ? നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് വിദേശത്തിൽ നിന്ന് പഠിപ്പ് കണ്ടാലോ? നല്ല അസൽ മമ്മൂട്ടി ലുക്കല്ലേ? All my people just be rolling up on this ride. Cause this spot's a hot spot up on this block. All my people just be rolling up on this ride. ഫൈസി, Cause this spot's a hot spot up on this block. ഇതെന്ത് കോലാണ്ട. ആ ഫൈസി, ഇത് കല്ലുമ്മത്തൊടിയിൽ ആചാര അന്റെ ഭാവിയിലെ പ്രധാനപ്പെട്ടതാണ്. All my people just be rolling up on this ride. Cause this spot's a hot spot up on this block. Hi. All my people just be rolling up on this ride. മോൻ അബ്ദുല്ലാന്റെ കൂടെ ആ കാറിലോ? ശരി ശരി. ഫൈസി, അബ്ദുല്ലാങ്ക് അബ്ദുല്ലാങ്ക് ഇവരൊക്കെ ആരാ? അന്ന പുയ്യാപ്പിളാക്കം വന്നവരാ. പേര് മോനെ എന്നോട് വർത്തമാനം പറയാൻ ഒരു കൂട്ടർ കാത്തിക്കുന്നുണ്ട്. ഹലോ, ഇത്താത്താസൻ കമ്പനി. എടോ പുതിയാപ്പിളെ, നമ്മളോട് പറയണ്ടാണോ പെണ്ണ് കാണാൻ പോകുന്നത്? ഓ, ഇത് നിങ്ങളുടെ പണിയാണല്ലേ? നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്റ്റീനയുടെ കാര്യം. പിന്നെ എന്തിനാ വെറുതെ? നമുക്കൊക്കെ അറിയാം, എന്നാലൊന്ന് പോയി കാണണേല് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് തന്നെ ഡാ, പെട്ടെന്ന് ചാടിക്കേറി യെസ് എന്ന് പറഞ്ഞ് വെയിറ്റ് കളയല്ലേ? അതെന്തായാലും ഉണ്ടാവൂല. ഇതിനാണ് എന്നോട് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഓളെ ഞാൻ കൂട്ടിയാണ്. മോനെ എടങ്ങേറാക്കല്ലേ. മദാമ ഒന്നും കൂടെയില്ലെന്ന് അബ്ദുള്ള അങ്കിള് പറഞ്ഞപ്പോഴാ സമാധാനായത്. മദാമ അടുത്ത ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. ഹലോ 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 ഹലോ. ഒരു തമാശ പറഞ്ഞതാ. ഓള് സ്പെയിനിലേക്ക് ഹോളിഡേക്ക് പോയതാ. 10 ദിവസം കഴിയുമ്പോ ഇവിടെ ലണ്ടനിലെ ഫ്ലാറ്റ് റെഡിയാവും. അപ്പോഴേക്കും രണ്ടാൾക്കും തിരിച്ചെത്തണം. എന്റെ ഫൈസി, ഒന്നില്ലെങ്കിൽ കാണാൻ നല്ലൊന്നിനും കണ്ടുപിടിച്ചൂടെ? ഇതെന്തിനാ ഇത്? ഒരാണും പെണ്ണും കെട്ട് കോലം. All my people just be rolling up on this ride. Cause this spot's a hot spot up on this block. All my people just be rolling up on this ride. Cause this spot's a hot spot up on this block. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. യാത്രക്ക് സുഖായിനോ മോനെ? ഉഷാറായിരുന്നു. ഷഹാന, വാ റസാഖ്, മോൻ അങ്ങോട്ട് ചെല്ലുമോ? മോനെ കുത്തിരിക്കും. മോൻ അങ്ങോട്ട് നിങ്ങളിരിക്കേ. അങ്ങോട്ടിരിക്കും. റസാഖിരി, എന്തൊക്കെയായാലും വിദേശത്ത് നമ്മുടെ നാടിന്റെ ഒരു സുഖമൊന്നും കിട്ടൂലല്ലേ ഫൈസലെ? സുഖമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ പലഹാരമൊന്നും കിട്ടൂല. പഴയ കാലമൊന്നുമല്ലല്ലോ. ഫൈസലും ഷഹാനയും വേണമെങ്കിൽ നേരിട്ട് കണ്ട് വർത്തമാനം പറഞ്ഞോട്ടെ. പോയിക്കോ. Hi, I'm Faisal. ഷഹാന. നിങ്ങളോട് ഇവരൊക്കെ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. How sweet. Yeah, it is cute and romantic, but ചായയിൽ എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്. All my people just be rolling up on this ride. oh, two please. Cause this spot's a hot spot up on this block. എന്റെ ഫാമിലി
വളരെ ഓർത്തഡോക്സ് ആണ്, പക്ഷെ ഞാനല്ല. ഇങ്ങനെ തനിച്ച് വർത്താനം പറയാൻ സമ്മതിച്ചപ്പോ ഐ തോട്ട് ദി ഓപ്പോസിറ്റ്. ഇവിടെ ഇരുന്ന് സംസാരിച്ചോളാൻ പറഞ്ഞത് എന്തിനാന്നറിയോ? നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ. ഈ പൊരയില് 4 ഭാഗത്തുനിന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണിത്. മേലെ നോക്കിയ എന്റെ വല്യുപ്പ, എളയപ്പ, ഉമ്മുമ്മ. ഇടത്തോട്ട് നോക്കിയ ഇത്താത്ത, ഓരോ ഭർത്താവ്, കുട്ടികള് എല്ലാരും ഉണ്ടാവും. പാരള ഓരോരുത്തരും. പക്ഷെ നമ്മൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റൂല. താങ്ക്സ്. നിങ്ങളെന്തിനാ ഒരു അറേഞ്ച് മാരേജിന് റെഡിയായത്? നിങ്ങളെ പോലെ ഒരാള് ഗുഡ് ലുക്കിംഗ്, എഡ്യൂക്കേറ്റഡ് അബ്രോഡ്, എവിടെയെങ്കിലും ഒരു വെള്ളക്കാരി ഗേൾഫ്രണ്ട് ഉണ്ടാവേണ്ടതാണല്ലോ. നിങ്ങൾ എന്തിനാ അറേഞ്ച് മാരേജ് നോക്കുന്നത്? എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹെ കഴിക്കില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്. നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്ണറെ വേണം. അവനവന്റെ നിലപാടിനൊപ്പം എന്റെ ചിന്തകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള്. ഇത്താത്താസൻ കമ്പനി പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന്. ഇത്താത്താസൻ എങ്ങനെ അറിയാം? ആദ്യം ഒരു ഇത്താത്ത വന്നിരുന്നു പെണ്ണ് കാണാൻ, പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടിട്ട് വന്നു. ഇതിപ്പോ പെണ്ണ് കാണലിന്റെ 3ാമത്തെ റൗണ്ടാ. ഗ്രേറ്റ്. ഐ ഷുഡ് ഹാവ് ഗെസ്ഡ്. പക്ഷേ എന്നോട് ഇവരാരും ഷഹാനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓ നോ പ്രോബ്ലം, ഞാൻ തന്നെ പറയാം. ഐ എം 21 years old. പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റീരിയർ ഡിസൈനിങ്. നിക്കാ ആയാലും എന്റെ ജോലി എനിക്ക് ചെയ്യണം, അല്ലാതെ പുറയിൽ കുഞ്ഞുങ്ങളെ നോക്കി മാത്രം ഇരിക്കാനാവൂല. നിങ്ങളുടെ ആ 5 star ഹോട്ടൽ ഉണ്ടല്ലോ, അതിന്റെ ഇന്റീരിയേഴ്സ് ചെയ്താലോ എന്നൊരു ഐഡിയ. അത് നടക്കാൻ വലിയ ചാൻസ് ഇല്ല. ഞാൻ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആണോ? ഞാൻ ആ ഹോട്ടൽ നടത്താൻ പോണില്ല. അത് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലേ? എന്റെ പ്രോജക്റ്റ് അല്ല, ഉപ്പാന്റെ പ്രോജക്റ്റാ. ഉപ്പാക്കറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ചത് ഷെഫിന്റെ ജോലിക്കാ. ഷെഫോ? ഷെഫ് എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്ന വെള്ളത്തൊപ്പി? അത് തന്നെ. ലണ്ടനിൽ ഒരു 5 star ജോയിന്റ് ഉണ്ട്, ദി ഐവി റെസ്റ്റോറന്റ്. എനിക്കവിടെ സൂ ഷെഫിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. I'll be joining in a week. Excuse me. ഒരു പുതിയാവളല്ലേ നമ്മൾ അന്വേഷിച്ച്, അല്ലാണ്ട് ബിരിയാണി ചുടുക്കാൻ ആളെയല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഓലൊക്കെ പുതിയ പൈസക്കാരാ, നമ്മക്ക് ചേരൂലെന്ന്. നമ്മളെ പാരമ്പര്യം പോലല്ലോ, ഓരത് വെപ്പുകാരെ കുടുംബല്ലേ. ഈ വണ്ടി എടുക്കും. എന്തു പറ്റി അബ്ദുള്ളാക്കോ? നമുക്ക് വേഗം പോകാം, ഉപ്പ വല്ലാതെ ചൂടായി പോയേക്കുന്നു. മൂന്ന് കൊല്ലായിട്ട് ഈ എന്നോട് നുണയം പറഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ കിടന്ന് നമ്മളെ പൈസ ദൂർത്തടിക്കായിരുന്നല്ലടാ. അങ്ങനെ ധൈര്യം വന്നടാ എനിക്ക്? ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധാരണ MBA അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാന്നല്ലേ. വ്യത്യാസ? എന്ത് വ്യത്യാസം? കുട്ടിക്കാലം പോലെ കേൾക്കണതാ വെപ്പുകാരൻ കോയന്റെ മോൻ അദ്ദൂന്ന്. ആ പേരൊന്നും മാഞ്ഞു പോവാൻ നമ്മള് പെരുത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മക്കൊരു പേരും നിലയും വിലയുണ്ട്. അപ്പോഴാണ് അവന്റെ ഒരു വ്യത്യാസത്തിലുള്ള വെപ്പ് പണി. അനക്ക് വേറൊന്നും കണ്ടില്ലടാ ചെയ്യാൻ. എന്നാലും അനക്കെങ്ങനെ ഉണ്ടാ ധൈര്യം വന്ന് എന്നോട് കളവ് പറയാൻ? കൈതേ ഉപ്പ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും. നിങ്ങളെ ദേശം ഞാൻ കള്ളം പറഞ്ഞാലോ അതോ ഷെഫിന്റെ പണി എടുക്കുന്നേലോ? ഷെഫിന്റെ പണിയാ? അതിന് അന്നെ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നും എന്നെ വിടൂല മോനെ. ആചാര്യ സ്ഥലത്ത് ഞമ്മള് പൈസ ഇറക്കിട്ട് ഒരു 5 star ഹോട്ടൽ ഉണ്ടാക്കും, ഈ അത് നടത്തുകയും ചെയ്യും, ആചാര്യന്റെ മോളെ തന്നെ കെട്ടുകയും ചെയ്യും. നിങ്ങളെ കച്ചവടം കാണിക്കുന്ന എന്നെ ഒന്ന് ഒഴിവാക്കിക്കൊള്ളി. ഒഴിവാക്കാനോ? പിന്നെ എന്തിനാണ്ട ഇത്രയും പൈസ യൂറോയിൽ ചെലവാക്കിയിട്ട് എന്നെ വിദേശത്ത് അയച്ച് നമ്മള് പഠിപ്പിച്ചത്? ആ മുതൽ വസൂലാക്കാണ്ടൊന്നും എന്നെ നമ്മളെ എങ്ങോട്ടും വിടൂല മോനെ. നിങ്ങളെ കാശൊക്കെ ഞാൻ തിരിച്ചു തരാം. തിരിച്ചു തരാന്നോ?
ഒരുക്കം കെട്ടോനെ തിരിച്ചു കടാ, എന്റെ കാശ് തിരിച്ചു കടാ, തിരിച്ചു ഇപ്പൊ തന്നെ എന്റെ പൈസ തിരിച്ചു കടാ. ഡ്രാമാറ്റിക് ഉപ്പ. ലണ്ടനിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ആ ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളുടെ കാശ് ഞാൻ അയച്ചു തരാം. പറ്റൂലടാ, ഒരൊറ്റ പൈസ തിരിച്ചു തരാൻ പറ്റൂല. എന്റെ ഈ പഠിപ്പും സ്റ്റൈലും ഒക്കെ ഉണ്ടല്ലോ, എന്റെ പൈസ എന്റെ ബലത്തിലാ. ഇപ്പൊ എന്റെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് വെച്ചോണ്ടുള്ള ബാലൻസിൽ അതിന്ന് നമ്മൾ നിർത്തിച്ചേരാം കേട്ടോ. ഇതൊന്നും ഇല്ലാണ്ട് അനക്ക് എന്ത് വിലയാണുള്ളതെന്ന് കാണാലോ. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇജാതി വർത്താനം പറയുമായിരുന്നു. അന്റെ ഉമ്മ ഞമ്മക്ക് എന്നും ഇടങ്ങേറെ തന്നിട്ടുള്ളൂ. അന്നെ തന്നപ്പോ നമ്മൾ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോഴല്ലടാ കാര്യം തിരിഞ്ഞത്. അനക്ക് നമ്മള് നാളെ രാവിലെ വരെ സമയം തരും. അന്റെ ഉപ്പുപ്പാനെ പോലൊരു വെപ്പുകാരനാവാനാണെങ്കിൽ പിന്നെ അനക്ക് ഈ പൊരയിലും കുടുംബത്തിലും സാധനം ഉണ്ടാവൂല. ഇത് വെറുമ്പാക്കല്ല ഫൈസൽ, അനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പൈസേ നല്ലോണം ആലോചിച്ചാണോ മോനെ? ആലോചിച്ചതിലൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട്. അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റൂല. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है। सुबहान अल्लाह, सुबहान अल्लाह, सुबहान अल्लाह, सुबहान अल्लाह, सुबहान अल्लाह, सुबहान अल्लाह। निज़ागरे निज़ागरे सा निज़ामागा गामागामा, निज़ागरे निज़ागरे सा निज़ामागा गामागामा गामानि निज़ानि बामानि बगारी, गामानि निज़ानि बामानि बगारी। सुबहान अल्लाह, 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 ഉപ്പാന്റെ കൂടെ നിൽക്കാൻ വന്ന ഫൈസിമോൻ
ആക്ച്വലി ഇത്താത്തമാർ ഉപ്പാനടുത്ത് പറഞ്ഞ് എന്റെ പാസ്പോർട്ടൊക്കെ തിരിച്ചു കിട്ടുന്നവരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അഞ്ചിത്താത്തവരങ്ങനെ പറയുവോ? എനക്ക് വേണ്ടി പറയാൻ മോരനല്ലേ ഉള്ളൂ. അത് ശരിയാ. ആകെ ഉള്ള അനിയച്ചക്കനെ നട്ടലില്ലാത്തവനാക്കാൻ ഒരു പറഞ്ഞല്ലേ പറ്റൂ. പുസ്തകം നോക്കി ചോറ് വെക്കാൻ പഠിച്ചവനാ. കുറച്ച് എരിയുമ്പളിയൊക്കെ അറിയട്ടെ അല്ലേ? മോനെ ഇത് വെച്ചോ. ഫൈസി, ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. എന്റെ ഉപ്പ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ ഉപ്പായെ പോലെയല്ല. ഉപ്പയെ പോലല്ലോ. താങ്ക് ഗോഡ്. മോനെ, കരീംഖാന്ന് വെച്ചാ എന്റെ ഉപ്പാക്ക് പോലും തിരിയാത്ത ടൈപ്പാ. ഒന്ന് ഓർമ്മ ഇരുന്നോട്ടെ. താങ്ക്സ് അബ്ദുള്ള അങ്കിൾ. ഓ ഓനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ. അസ്സലാമലൈക്കും മോനെ. വലൈക്കും സ്ലാം. വരി. എടാ അസു, ഇതാണ് ഫൈസല്, ഉസ്താദിന്റെ പേരക്കുട്ടിയാണ്. ഇപ്പൊ ചൂടോടെ അമേരിക്കയിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചൂടോടെ ഒരു ചായം കിട്ടെടുക്കോ. ആക്ച്വലി അമേരിക്ക അല്ല, യൂറോപ്പാണ്. അല്ല, അത് രണ്ടും കണക്ക് തന്നെ. അമേരിക്ക യൂറോപ്പ് ഇരിക്കരുതൊക്കെ അക്കരെ തന്നെ. കാപ്പിയും കൂടെ. ആ ചുമര് കളിച്ച് നാറ്റിക്കല്ലേ. എമ്മ ഹുസൈനാന്ന വിചാരം. ഇതാരാന്ന് മനസ്സിലായ? ഇല്ല. ഉസ്താദിന്റെ പേരക്കുട്ടി. അതിന് ഉസ്താദിന് കിടാങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ആദ്യമായിട്ട് എടാ പോത്തെ, ദുനിയാവിൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തരും. ഉസ്താദ് അത്ര ഓപ്പൺ അല്ല, പ്രത്യേകിച്ച് ഫാമിലി കാര്യത്തിൽ. ഞാൻ നേരെ തിരിച്ചാ. നമുക്ക് 2 ഭാര്യമാരും 9 കുട്ടികളുമാ. ആദ്യത്തേല് 4 കുട്ടികളും, രണ്ടാമത്തേല് 5. ഒന്നിന് പോണ്ട പേരാ. ഇത് പോലെ 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 നമുക്ക് 4 വെയിറ്റർമാരാ. അതിലിത് ജോണി, അത് ബാബു, സാബു പോലെ ഇരട്ട വെച്ചതാ. ഇനി ഒരുത്തനും കൂടി ഉണ്ട്, ഇസ്മായില്. ഇവിടെ എവിടെങ്കിലും ഒക്കെ കാണും. നിങ്ങളെ പരിചയപ്പെടുത്തിയ? ഇല്ല, ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താളാ. ഇത് ഉമ്മറക്ക, കരിമിക്കാന്റെ പലകയാന്നാണ് വിചാരം. പക്ഷെ മൂപ്പര് ഇവിടെ എന്താ ചെയ്യുന്നത് കരിമിക്കാക്ക് പോലും പിടിയിട്ടില്ല. രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് വൈകുന്നേരം വരെ ഓസി അടിക്കുന്ന ആരാണ് കരിമിക്കൊക്കെ ഇവിടുത്തെ കിട്ടിയിട്ട്. കൂടുതൽ പറയിപ്പിക്കല്ലേ. ഈ 4 എണ്ണ ഉണ്ടല്ലോ, ഇവിടുത്തെ കസ്റ്റമേഴ്സോ ഫർണിച്ചറൊന്നുമല്ല. ഇവിടെ വന്ന് ഇരുന്ന് അങ്ങനെ തന്നെ വേറെ ഇറങ്ങിപ്പോയതാ. ഒരു തന്നെ പാല് പോലെയല്ലോ ഉമ്മർക്ക, കല്ലുമ്മക്കായ പോലെ. Hi. Hey. We are Kallumakayas. That's the name of the band. Oh, you guys are part of a band. Yep. What kind of music? Local folk, Arabic, alternative rock, that sort of thing, you know? ഇതൊക്കെ ശരിയാ. പക്ഷെ ഇതുവരെ ആരും പാടി കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വെറുതെ ഇരിക്കും. അടുത്ത ആഴ്ച RGC നമുക്ക് ഷോളാരെ അറിയാല. അന്നങ്ങോട്ട് പോരെ.
കല്ലുമ്മക്കായുടെ ശരിക്കുള്ള രൂപ അന്ന് കാണാം. അല്ല നമ്മളെ വെറുതെ വീട്ടിലേക്ക് മോനെ കണ്ടിടത്തോളം മതി. Dude, I like your hair. താങ്ക്സ് മച്ചാ. എന്തേ എന്താ എന്റെ അഭിപ്രായം? ആ ജീൻസ് ഇട്ട പൂച്ചക്കുട്ടി ഓടിപ്പോവാനാണ് സാധ്യത. പക്ഷെങ്കിൽ നിന്ന് കിട്ടിയാൽ ഇവൻ പുലിയാവും.